ഹായ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാപ്ഷനിൽ കാണുന്ന പോലെ തന്നെ AMOയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വളരെ അടിയന്തരമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് ഇന്നാണ് എനിക്ക് ബോധ്യമായത്. കാരണം പലർക്കും AMO എന്താണെന്നോ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ എങ്ങനെ ഇടണമെന്നോ എന്തുവാ സംഭവമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് ഒന്ന് ചെയ്ത് പെട്ടെന്ന് ഇപ്പം ഒരാഴ്ച വീക്കെൻഡിലേക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ AMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. അതാണ് AMO. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ AMO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഓക്കെ, അപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ടൈമിന് ശേഷം ട്രേഡിംഗ് ടൈമിന് ശേഷം മാർക്കറ്റിൽ നമുക്ക് ഓർഡർ ഇടാൻ കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് AMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏത് സാഹചര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മാർക്കറ്റ് അവറിന് ശേഷം നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് AMO എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ആ ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ ആ ബ്രോക്കറുടെ ടെർമിനലിൽ പോയി കിടക്കും. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ മാത്രമേ ഈ ഓർഡർ നേരെ എക്സ്ചേഞ്ചിലോട്ട് പോകത്തുള്ളൂ. അതുവരെ ഈ ബ്രോക്കറുടെ ടെർമിനലിൽ കിടക്കും. നമുക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നാളെ രാവിലെ നമ്മൾ അവൈലബിൾ അല്ല, അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് ഇന്ന പ്രൈസിൽ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് ഇട്ടിട്ട് ആ ഒരു AMO ഓർഡർ ഇട്ട് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നാളെ ആ പ്രൈസ് നമുക്ക് നാളെ സമയമില്ലെങ്കിലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ആ പ്രൈസിൽ ആ സ്റ്റോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. അതാണ് AMO ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ AMO ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ കാര്യത്തിലും ഓപ്ഷൻ്റെ കാര്യത്തിലും രണ്ട് രീതിയിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതായത് ഓപ്ഷൻ്റെ രീതിയിൽ നമ്മൾ AMO ആദ്യം സ്റ്റോക്കിൻ്റെ കാര്യം പറയാം. സ്റ്റോക്കിൻ്റെ രീതിയിൽ നമ്മൾ ആദ്യം AMO ഇടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നിങ്ങളുടെ ഏത് ബ്രോക്കറാണോ ആ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ നിങ്ങൾ ഓർഡർ ഇട്ടെന്ന് വിചാരിച്ചു. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് രാവിലെ 9 മണിയാകുമ്പം ബ്രോക്കറിൻ്റെ ടെർമിനലിൽ നിന്ന് നേരെ എക്സ്ചേഞ്ചിൻ്റെ ടെർമിനലിലോട്ട് പോകും. അപ്പം നിങ്ങൾ ഏത് പ്രൈസിനാണോ ഇട്ടത്, ഇപ്പം സപ്പോസ് നാളെ റിലയൻസ് ഇപ്പോൾ എന്തിനാണ് AMO ഇടുന്നത്? അസാധാരണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സ്റ്റോക്കിനെ വാങ്ങിക്കണം അല്ലെങ്കിൽ വിറ്റൊഴിയണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ AMO എന്ന ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അസാധാരണ സാഹചര്യത്തിൽ നമ്മൾ AMO ഉപയോഗിക്കുന്നത്. ചുമ്മാ എപ്പോഴും AMO ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നാളെ സപ്പോസ് റിലയൻസിൻ്റെ റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വന്നു, പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു, നല്ല ഗുഡ് റിസൾട്ടാണ്. അപ്പം റിലയൻസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് 2000 രൂപയാണെന്ന് വിചാരിച്ചു. സപ്പോസ് 2900 രൂപയെന്ന് വിചാരിച്ചു സപ്പോസ്. അപ്പം നാളെ റിലയൻസിൻ്റെ റിസൾട്ട് നല്ലതായതുകൊണ്ട് അവരൊരു ഡിവിഡൻഡ് അങ്ങ് പ്രഖ്യാപിച്ചു. 50 രൂപ വെച്ച് ഒരാൾക്ക് അങ്ങ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു. 50 rupees പെർ ഷെയറിന് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അപ്പം നാളെ ഈ സ്റ്റോക്ക് മേടിക്കാൻ എന്തായിരിക്കും, ഭയങ്കര ഇടിയായിരിക്കും. അപ്പം നമുക്ക് ഒരു ഏകദേശമുണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, നാളെ അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കണം. രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഗ്യാപ്പപ്പിലായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, പ്രൈസ് എങ്ങനെ പറക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിലയൻസിൻ്റെ ഷെയർ 1900 എന്നുള്ളത് 1950 അല്ലെങ്കിൽ 1960 ഒരു പ്രൈസ്, നമുക്ക് മനസ്സിലുള്ള ഒരു പ്രൈസ് ഇട്ടിട്ട് നമ്മൾ ഒരു ഓർഡർ ഇടുന്നു. ഓക്കെ, അത് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ മാർക്കറ്റ് ഓർഡർ ഇടാൻ പറ്റും. അതായത് മാർക്കറ്റിലുള്ള പ്രൈസിൽ നമ്മൾ വാങ്ങിക്കും. അത് ഇപ്പോൾ എത്ര ആയാലും നാളെ രാവിലെ തുറക്കുമ്പോൾ 2900 ആയാലും 2950 ആയാലും 60 ആയാലും ഈ 3000 ആയാലും 3200 ആയാലും നമ്മൾ ആ വിലയ്ക്ക് മേടിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മാർക്കറ്റ് ഓർഡറിലിടും. AMO തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ തന്നെ അതിനകത്തിൽ ഓപ്ഷനുണ്ട്, ലിമിറ്റ് ഓപ്ഷനും ഉണ്ട്, മാർക്കറ്റ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തിൽ നമ്മൾ പ്രൈസ് ഇട്ട് വെക്കും, ഇന്ന പ്രൈസിൽ എനിക്ക് മതി. ഓക്കെ, അപ്പം എന്നാൽ ആ പ്രൈസ് വരുമ്പോൾ മാത്രമേ അത് ട്രിഗർ ആകത്തുള്ളൂ. ഇല്ല, എനിക്ക് മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഏത് വിലയ്ക്കായാലും വേണം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നാളെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുമ്പം അത് എപ്പോഴാണ് ട്രിഗർ ആകുന്നത്, നാളെ രാവിലെ 9:07 ഈ നമ്മളിട്ട ഓർഡറും ബൈ ഓർഡറും സെൽ ഓർഡറും തമ്മിൽ മാച്ച് ആകും. ഏത് ഓർഡറുകൾ തമ്മിൽ മാച്ചാണോ ആ മാച്ചുകൾ തമ്മിൽ ട്രേഡ് നടക്കും. അതായത് ഇപ്പം ഞാൻ നാളെ 2975 ഓക്കെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, എനിക്ക് 2975 ഇത് 100 ക്വാണ്ടിറ്റി റിലയൻസിൻ്റെ ഷെയർ വേണം. അപ്പം 2975 തന്നെ ഇത് വിൽക്കാൻ തയ്യാറായ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഓക്കെ, 2975 രൂപയ്ക്ക് തന്നെ ഈ ഷെയർ വിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പോൾ എയുടെയും ബിയുടെയും പ്രൈസ് തമ്മിൽ മാച്ച് ആയില്ലേ, അപ്പം അവിടെ ഒരു ട്രേഡ് നടക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇടുന്ന പ്രൈസിന് തരാനും ആരെങ്കിലും വേണം, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് AMO ഓർഡർ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ എക്സിക്യൂട്ട് ആവുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഓർഡർ 9:07 കഴിയുമ്പോൾ 9:07:30 കഴിയുമ്പം ഓർഡർ മാച്ചിങ് നടക്കും. ഓർഡർ മാച്ചിങ് നടക്കുമ്പോൾ തമ്മിൽ മാച്ച് ആകുന്നത് തമ്മിൽ എക്സിക്യൂട്ട് ആവും, ട്രേഡ് നടക്കും. ഓക്കെ, അങ്ങനെയാണ് 9:08 9:09 ഒക്കെ നിങ്ങൾ AMO ഇട്ടാൽ ചിലപ്പോൾ ഓർഡർ ട്രിഗർ ആകുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വിൽക്കാനും പറ്റും. ഇപ്പം നാളെ ഒരു റിസൾട്ട് നാളെ ഇപ്പോൾ ഇതുപോലെ തന്നെ റിലയൻസിന് ഷെയർ നാളെ റിസൾട്ട് നല്ല ഗുഡ് റിസൾട്ട് വരിക. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു 2,900 ആണല്ലോ ഇപ്പോഴത്തെ റേറ്റ്. നാളെ ഒരു 3,000-3,100 ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകും എന്നുള്ളൊരു നമുക്കൊരു ധാരണയുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, 3,100 രൂപയ്ക്ക് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പേ അതേ 3,100 തന്നെ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ ട്രിഗർ ആകും. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ലെവലിലെത്തുമ്പോൾ 3,100 എന്ന ലെവലിൽ റിലയൻസ് എത്തിയാൽ നമ്മുടെ ഓർഡർ ട്രിഗർ ആകും, നമുക്ക് ആ ഷെയർ സെല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ബൈയും സെല്ലും AMO ഓർഡറിൽ നടക്കുന്നത്. മനസ്സിലാകാത്തൊരു വീണ്ടും ഒന്നും കേട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇത് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ. ഇനി ഓപ്ഷൻ്റെ കാര്യം വരുവാണെങ്കിൽ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ സംഗതി വേറെയാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ കാര്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ ട്രിഗർ ആവണമെന്നെങ്കിൽ 9:15 തന്നെ കഴിയണം, 9:07 നടക്കുകയില്ല. ഇപ്പം ഇന്നത്തെ സിനാരിയോ ഞാനിതിപ്പോൾ നിങ്ങളെ ഡെമോ കാണിക്കാം. ഇന്നത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9:07 ആകുമ്പോൾ നമുക്കറിയാം, പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം എത്ര ഗ്യാപ്പ് അപ്പ് ഉണ്ട്, എത്ര പോയിൻറ്റ് മുകളിലാണ് അല്ലെങ്കിൽ എത്ര പോയിൻറ്റ് താഴെയാണ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുന്നത് നമുക്ക് 9:07 പ്രീ മാർക്കറ്റിൽ അറിയാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 9:07 നമുക്ക് മനസ്സിലായി 200 പോയിൻറ്റ്, ഇന്ന് 200 പോയിൻറ്റിന് മുകളിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ 9:07 തന്നെ അറിഞ്ഞു. അപ്പോൾ നമുക്കിത് ക്യാപ്ചർ ചെയ്യണമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ 9:07 ഗ്യാപ്പ് അപ്പ് നമ്മൾ കൺഫേം ചെയ്തെങ്കിലും നമുക്കവിടെ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 9:15 കഴിഞ്ഞതിന് 9:15 ഒന്നാമത്തെ സെക്കൻഡിന് മാത്രമേ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഇപ്പോൾ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര ബിസി ആയിരിക്കും മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് എങ്ങനെയാണ് നമ്മളിടുന്ന പ്രൈസ് ട്രിഗർ ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, ഒന്നുകിൽ നമുക്ക് ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൈസ് ഇട്ട് വെക്കാം. ആ പ്രൈസിൽ 9:15 കഴിയുമ്പം ആ പ്രൈസിൽ മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബൈ ആവും, ബൈ അല്ലെങ്കിൽ സെല്ലാവും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ റേഞ്ചിലേക്ക് വരുമ്പോൾ ഓപ്പൺ ആവും, ട്രിഗർ ആവും. ട്രിഗർ ആകുമ്പം അത് ഒരു സെല്ല് നടക്കും അല്ലെങ്കിൽ ബൈ നടക്കും. ഓക്കെ, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവും. അപ്പം ഇത് ഞാനപ്പോൾ ഇന്ന് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു AMO ഇട്ട് വെക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രൈക്കിന്. ഇവിടെ AMO ഇട്ട് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കിപ്പോൾ അറിയാം ഇത്രയും പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇത് ഓപ്പൺ ആകുന്നത്. ഇതിപ്പോൾ നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടായി കാണുന്നത്. ഓക്കെ, ഇതിപ്പം ബാങ്ക് നിഫ്റ്റി നമ്മുടെ മിഡ് ക്യാപ്പ് നിഫ്റ്റി ഓപ്പൺ ആകാൻ പോകുന്നത് 12,478 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. ഓക്കെ, ഇവിടെയാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുന്നത്. അപ്പം ഈ ഗ്യാപ്പ് അപ്പിൽ ഇത്രയും 200 പോയിൻ്റ് വളരെ യാദൃച്ഛികമായി ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? തലേ ദിവസം BTST തലേ ദിവസം കോള് ഓപ്ഷൻ വാങ്ങിച്ച് വെച്ച ധാരാളം പേരുണ്ടായിരിക്കും. ഓക്കെ, പുട്ട് ഓപ്ഷൻ മേടിച്ച് വെച്ച ധാരാളം പേരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ആക്ഷൻ എന്തുവാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കോൾ ഓപ്ഷൻ മേടിച്ച് വെച്ച ആൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ഓപ്പൺ 200 പോയിൻ്റ് വളരെ ലക്കി ആയിട്ട് കിട്ടിയ സംഭവമാണ്, ഭാഗ്യത്തിനടിച്ചതാണ് 200 പോയിൻ്റ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല 200 പോയിൻ്റ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ലാഭം പോകണ്ടെന്ന് വിചാരിച്ച് കയറുന്ന മുറയ്ക്ക് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സെൽ ഓർഡർ ഇടും. ഇല്ലെങ്കിൽ ഞാൻ AMO ഇട്ട് വെക്കും, മാർക്കറ്റ് ഓർഡർ സെൽ ഓർഡർ. മനസ്സിലായോ പറഞ്ഞേ? ഇന്നിപ്പോൾ എനിക്ക് 200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പാണ്, എൻ്റെ ഈ കോൾ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇന്ന് ഓപ്പൺ ചെയ്യുമ്പം ഹ്യൂജ് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും. അപ്പം എനിക്കിത് മാർക്കറ്റ് തുടങ്ങിയിട്ട് ഒരു സെല്ല് ഇട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു AMOയിൽ ഒരു മാർക്കറ്റ് ഓർഡർ ഇടും. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ ഒരു
മാർക്കറ്റ് ഓർഡർ ലിമിറ്റ് ആകുമ്പോൾ നമ്മളൊരു പ്രൈസ് അടിക്കണം. നമുക്ക് പ്രൈസ് അറിയത്തില്ല, ഏത് പ്രൈസിലാണ് ഇവിടെ വരുന്നത് നമുക്ക് അറിയാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു മാർക്കറ്റ് ഓർഡർ ഇടും. മാർക്കറ്റ് ഓർഡർ ഇടുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ആ പ്രൈസിൽ വരും. ആ ഓർഡർ എത്രയായാലും ട്രിഗർ ആകും. അത് ചിലപ്പോൾ 9, 9:15, 1-നോ 9:15, 2-നോ 9:15, 3-നോ ആ സെക്കൻഡുകളിൽ എപ്പോഴെങ്കിലും ഈ മാർക്കറ്റിൽ ആ പ്രൈസ് എത്ര പ്രൈസാണെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ താഴെ പോയാലും ഇവിടെ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വന്നാലും ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇത് എക്സിക്യൂട്ട് ആവുന്നത്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും എക്സിക്യൂട്ട്, ചിലപ്പോൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് നമാന്തിച്ചാൽ ഒന്ന് താഴോട്ട് വരാൻ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ ട്രിഗർ ആകുമ്പോൾ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ ഇവിടെ വന്നേ ട്രിഗർ ആകത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ കുറയും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ കോൾ ഓപ്ഷൻ കയ്യിലുള്ളത് വിറ്റു, ശരിയല്ലേ, നമുക്ക് ഹ്യൂജ് ലാഭം കിട്ടി, നമ്മൾ മാറി. ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ വിറ്റപ്പോൾ എന്തുവായി, ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, ശരിയല്ലേ. 200 പോയിൻ്റ് ഗ്യാപ്പപ്പിൽ നമുക്ക് കിട്ടി, നമ്മുടെ കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു. നമ്മൾ അങ്ങനെ എന്നെപ്പോലെ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിയിരിക്കുകയാണ് ഇത് വിൽക്കാൻ വേണ്ടി, ശരിയല്ലേ. അപ്പോൾ നമ്മളിത് വിറ്റപ്പോൾ ഇവിടെ ഒരു ഭയങ്കര സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. അപ്പോൾ മാർക്കറ്റ് എന്തായാലും താഴോട്ട് വരും ഉറപ്പ്. അത് നമ്മൾ കോള് ബൈ ചെയ്തവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി സെല്ലേഴ്സിൻ്റെ കാര്യം എടുക്കാം, ഇനി പുട്ട് ഓപ്ഷൻ കാര്യം എടുക്കാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നാളെ മാർക്കറ്റ് താഴെ പോകുമെന്ന് കരുതി പുട്ട് ഓപ്ഷൻ മേടിച്ച ആൾക്കാരുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻ മേടിച്ച ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യും, അവരൊരിക്കലും ഈ സാധനം ഇവിടെ വിൽക്കുകയില്ല. കാരണം വിറ്റാൽ അവർക്ക് നഷ്ടമെന്നറിയാം. അവരപ്പം എന്ത് ചെയ്യും, ഇവിടെ പുതിയൊരു പുട്ട് ഓപ്ഷൻ അവർ ആഡ് ചെയ്യും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് എൻ്റെ ലോസ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇന്നലെ പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചിരുന്നു, മാർക്കറ്റ് താഴെ പോകുമെന്ന് പറഞ്ഞ്. അവിചാരിതമായിട്ട് മാർക്കറ്റ് ഇന്ന് 200 പോയിൻ്റ് മുകളിൽ പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് ഹ്യൂജ് ലോസ് വന്നു. ഞാൻ ഈ ഹ്യൂജ് ലോസ് എങ്ങനെ കവർ ചെയ്യും? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരിക്കലും എൻ്റെ കയ്യിലിരിക്കുന്ന പുട്ട് ഓപ്ഷൻ ഞാൻ വിൽക്കത്തില്ല, മറിച്ച് ഞാൻ വീണ്ടും ഇവിടെ 1, 2 അല്ലെ എടുത്ത ക്വാണ്ടിറ്റിയുടെ ഇരട്ടിയോ അതിൻ്റെ 4 ഇരട്ടിയോ അല്ലെ ATM ഓ ITM ഓ ഞാനിവിടെ വാങ്ങിക്കും, പുട്ട് ഓപ്ഷൻ വാങ്ങിക്കും. മനസ്സിലായോ? അപ്പോൾ പുട്ട് ഓപ്ഷൻ മേടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. ബയേഴ്സ് ഓൾറെഡി എക്സിറ്റ് ആയി, അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. പിന്നെ പുട്ടുകാർ ഞാൻ വീണ്ടും ഇവിടെ വാങ്ങിക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു താഴോട്ട് വരാൻ വേണ്ടിയാണല്ലോ പുട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. അപ്പോൾ വീണ്ടും ഫർദർ മാർക്കറ്റ് താഴോട്ട് പോകും. അങ്ങനെ അവർ ATM ഓ ITM ഓ എടുത്ത് പുട്ട് ഓപ്ഷൻ മേടിച്ച് ഈ മാർക്കറ്റ് താഴെ വരുമ്പം അവരുടെ ലോസ് അവർക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്നലെ വന്ന ലോസും ഇതും കൂടെ കവർ ചെയ്യുമ്പം ഏകദേശം അവരുടെ നഷ്ടം അവർക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ കോള് സെല്ല് ചെയ്തവർ, മാർക്കറ്റ് ഇന്നലെ താഴെ പോകുന്ന പറഞ്ഞ ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടല്ലോ, കോള് സെല്ല് ചെയ്ത ആൾക്കാർ കാണും. ഈ കോള് സെല്ല് ചെയ്ത ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യും, എക്സിറ്റ് ആകും. കാരണം അവർക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാകുമ്പോൾ അവർ ഒന്നുകിൽ ഇവിടെ കോള് എക്സിറ്റ് ആയിട്ട് ഒന്നുകിൽ അല്ലെങ്കിൽ അവർ വേറെ ഹയർ ടൈം ഫ്രെയിമിൽ ഹയർ പ്രീമിയത്തിൽ അവർ വീണ്ടും എന്ത് ചെയ്യും, കോള് സെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് എന്തായാലും താഴോട്ട് വരുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഇവിടെ കോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അവർ കയ്യിലുള്ള കോള് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ഒന്നുകിൽ അവർ എക്സിറ്റ് ആകും, ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അതിൻ്റെ ഹയർ പ്രീമിയത്തിൽ അതിൻ്റെ മുകളിലത്തെ സ്ട്രൈക്കിൽ അവർ വീണ്ടും കോൾ ഓപ്ഷൻ ആഡ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ അവർക്ക് അവരുടെ ലോസ് അവിടെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോഴും മാർക്കറ്റിൽ എന്താണ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നു. അങ്ങനെ മാർക്കറ്റ് നേരെ താഴോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു AMO നിങ്ങൾ പ്ലേസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് AMOയുടെ കാര്യം പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 3 സിനാരിയോ ആയതുകൊണ്ട് ബയേഴ്സ് നമ്മൾ കോൾ ഓപ്ഷൻ മേടിച്ച് വെച്ചവർ ഇവിടെ വിൽക്കുമ്പം നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രഷർ വരുന്നു, മാർക്കറ്റ് താഴോട്ട് വരുന്നു. രണ്ടാമത് ഇന്നലെ പുട്ട് വാങ്ങിച്ച് വെച്ചവർക്ക് ഹ്യൂജ് ലോസ് വന്നപ്പോൾ അവർ എന്ത് ചെയ്യും, പുട്ടിനെ അവർ ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഹയർ സ്ട്രൈക്കിൽ വീണ്ടും അവർ പുട്ട് വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇവിടെ സെല്ലിംഗ് പ്രഷർ വരുന്നു. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാം. പിന്നെ സെല്ലേഴ്സിൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഇന്നലെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിരുന്നു. കാരണം മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് പറഞ്ഞ് അതപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ അവർക്ക് ഹ്യൂജ് ലോസ് വന്നു. അപ്പോൾ ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും അവർ ഹയർ സ്ട്രൈക്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ അവർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനം ആവറേജ് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴും അവിടെ സെല്ലിംഗ് പ്രഷർ നടക്കുന്നു. അതുകൊണ്ട് അങ്ങനെ മാർക്കറ്റ് താഴെ വരുന്നു. അങ്ങനെ താഴെ വന്ന് ഏകദേശം എത്ര പോയിൻറ്റ് താഴെ വന്നു, 479 നിന്ന് 300, ഏകദേശം ഒരു 100 പോയിൻറ്റ്
100 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴെ വന്നു. 100 പോയിൻറ്റ് താഴെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമ്മുടെ ലോസ് കുറച്ചൊക്കെങ്കിലും റിക്കവർ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇങ്ങനെയാണ് AMO വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇതാണെങ്കിൽ ഒന്ന് റീപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഓർഡർ ട്രിഗർ ആകുന്നതെന്ന്. ഓക്കെ, ഞാനൊന്ന് റീപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിപ്പം 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നലത്തെ ചാർട്ട്. നമുക്കത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഞാനൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. 1 മിനിറ്റിലാണ്, ഒരു 0.1x അപ്പോൾ പതുക്കെ പോകത്തുള്ളൂ. 1 മിനിറ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇന്നലത്തെയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോണം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. ഇതാ ഫസ്റ്റ് ക്യാൻഡിൽ വീണു. ഫസ്റ്റ് ക്യാൻഡിൽ വീണ് ഇവിടെ ഓപ്പൺ ചെയ്തു. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഇത് 10 സെക്കൻഡിൻ്റെ ഇതാണ് കാണുന്നത്. 10 സെക്കൻഡ് കൊണ്ട് മാർക്കറ്റ് ഇവിടം വരെ വന്നു ഇല്ലേ. അപ്പം നമ്മളൊരു AMO ഇടുമ്പോൾ നമ്മുടെ AMO ട്രിഗർ ആകുന്ന ഇവിടെ ആയിരിക്കും. ഇവിടെ ട്രിഗർ ആകാൻ നമുക്ക് ചാൻസ് ഇല്ല. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് സാധനം താഴെ വന്നു. അപ്പം നമ്മുടെ ഓർഡർ നമ്മളിടുന്ന AMO ട്രിഗർ ആകുന്ന ഇവിടെ ആയിരിക്കും നമ്മുടെ AMO ട്രിഗർ ആകുന്നത്. കാരണം നമുക്ക് ഇവിടുത്തെ ഒരു കറക്റ്റ് എക്സാക്റ്റ് പ്രൈസ് അറിയത്തില്ല, പ്രീമിയം നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ പ്രീമിയം അറിയാവുന്നുണ്ടെങ്കിൽ, ആ ഏകദേശം ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ പ്രീമിയം എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ AMO മാർക്കറ്റ് ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അടുത്ത ക്യാൻഡിൽ വീണു. അടുത്ത ക്യാൻഡിൽ അവിടെ കൺസോളിഡേറ്റ് ചെയ്യും. അപ്പോൾ ചെറിയൊരു കൺസോളിഡേഷൻ വന്നപ്പോൾ അവിടെ തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആവും ആ ഏരിയയിൽ. കാരണം അവിടെ ഒരു ചെറിയൊരു സാവധാനത നമുക്ക് കിട്ടി ഇല്ലേ. അപ്പോൾ അടുത്തത് പിന്നെ മാർക്കറ്റ്. അപ്പം നമ്മുടെ ഓർഡർ ഇവിടെ ട്രിഗറായി. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ ട്രിഗറായി കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് നമ്മൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പുട്ട് ഓപ്ഷൻ പൂത്തുലയും. മനസ്സിലായോ? നമ്മുടെ പുട്ട് ഓപ്ഷൻ പൂത്തുലയും നമുക്ക് കിട്ടും. 10, 20, 30 പോയിന്റ് കിട്ടി അപ്പം തന്നെ ഇറങ്ങണം. കാരണം ഇതൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നത്. ഇതാ ഒരു ക്യാൻഡിൽ കിട്ടി. വീണ്ടും താഴെ വന്നു, മേലോട്ട് പോയി. വീണ്ടും താഴോട്ട് വരുന്നു. കണ്ടോ മാർക്കറ്റ് കണ്ടോ ഇവിടെ ഇങ്ങനെ ആടിക്കളിക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് വരുമ്പം അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആകുക എന്നുള്ളതാണ്. ചിലപ്പം താഴോട്ട് വരാൻ ഇവിടം വരെ വന്നെന്ന് തോന്നുന്നു. നോക്കൂ, ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. ഇച്ചിരി സ്പീഡിലിടാം. കണ്ടോ ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എക്സിറ്റ് ആവാം. ഈ ഏരിയ വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ എക്സിറ്റ് ആയി നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് നമുക്ക് മാറാൻ പറ്റും. ഇങ്ങനെയാണ് AMO വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറഞ്ഞത്. AMO എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇതാണ് AMOയുടെ ചരിത്രം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴോ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.